ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെയും ഫാമിലിൻ്റെ ഈദ് മുബാറക്ക്. കുറച്ച് ലേറ്റായി എന്നറിയാം. എഡിറ്റൊക്കെ ചെയ്യാനും മടിയായിട്ട് അവിടെ ഇരുന്നുണ്ടാ. പെരുന്നാൾ കഴിഞ്ഞ് ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയത്. പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെരുന്നാൾ രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത്, രാത്രിയത്തെ മൈലാഞ്ചി വെക്കുന്ന വീഡിയോ. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാളിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാളിൽ റീലായിട്ടും യൂട്യൂബിൽ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ റാഷ്യം മൈലാഞ്ചി ഇട്ടായിരുന്നത്. 2 വർഷം ഞാൻ റാഷ്യം ഒന്നിച്ചിട്ടല്ലായിരുന്നു. റാഷ്യം അമേരിക്കയിലും ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 വർഷം മൈലാഞ്ചി ഇടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് മൈലാഞ്ചി ഇടുന്നത്. അത് മക്കൾക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടുന്ന കാണുമ്പോൾ ഓർക്ക് ഇടണം എന്ന് ആഗ്രഹം. സീനാണെങ്കിൽ ഇരിക്കും, ആദം അങ്ങനെ ഇരിക്കുന്നെങ്കിൽ തോന്നുന്നില്ല. പേര് മാത്രമാണ് കേട്ടോ അവർ എഴുതിയത്. ആദം മോനും വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദമിനും വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓനത് വെച്ച് ഇരിക്കുമോ എന്നുള്ള സംശയം തന്നെയാണ്. പെരുന്നാളിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാട്ട് തന്നെയാണ് കേട്ടോ മൈലാഞ്ചി. അല്ല, എല്ലാവർക്കും അങ്ങനെയായിരിക്കും. മൈലാഞ്ചി ഇടാത്ത ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. പിന്നെ മടി, ചില ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മടിയാണ്. മൈലാഞ്ചി വെച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു മടി തന്നെയാണ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ചോദിക്കണ്ട. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ആദമിന് 2 മാസമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പണിയായിരുന്നു ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് ഓടുന്ന പെട്ടെന്ന് ചോക്കുന്ന മൈലാഞ്ചിയാണ് ഇട്ടത്. എന്തായാലും ഇപ്പം എനിക്ക് മൈലാഞ്ചി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെരുന്നാളിൻ്റെ വിശേഷത്തിൽ വരികയാണെങ്കിൽ പെരുന്നാളിൻ്റെ രാത്രി, അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത്. ബിരിയാണിയും പപ്പടം എല്ലാം സാലഡെല്ലാം ആക്കിയിട്ടുണ്ട്. മക്കളിതാ ഫുഡ് കഴിക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ രാവിലെ അനിയന് പെരുന്നാൾ നിസ്കാര സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. 5 മണി ആ സമയത്ത് തന്നെ ഓന് വന്നിട്ടുണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ പഴംപൊരി ഉണ്ടാക്കി, ഞങ്ങൾ നാട്ടിലെ കായയാച്ച്, പിന്നെ വത്തക്ക ജ്യൂസാണ് ഉണ്ടാക്കിയത്, തണ്ണിമത്തൻ്റെ സർവത്ത്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച്, ഇതെൻ്റെ റാഷിൻ്റെ ഇളമാരുടെ മോന് ഫായത് വന്നതാണ്, നമ്മൾ വിസിറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് ഹബീബാൻ്റെ ഹസ്ബൻഡ് സക്കീർ നമ്മൾ റൂമിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ പ്ലാനൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇറങ്ങി രാത്രിയത്തെ ബിരിയാണിയും ബാക്കിയുള്ളതും കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നുള്ളത് കുറേ ആൾക്കാരെ കാണാനുണ്ട്. അപ്പോൾ ആദ്യം വന്നത് എൻ്റെ ഇച്ചാനെ കാണാനായിട്ടാണ്. ഇച്ച എന്ന് പറയുമ്പോൾ എൻ്റെ കാക്കാൻ്റെ മോന് കേട്ടോ. എൻ്റെയും കബീറിൻ്റെ അല്ല, കാക്കാൻ്റെ മോന്, ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോന്. ഞങ്ങൾ ഇച്ചാന്നാണ് വിളിക്കുക, സിദ്ദീഖ്. ഇനി ഇപ്പുറത്തുള്ള ആൾ സംസു, അത് എൻ്റെ ഉമ്മാൻ്റെ കാക്കാൻ്റെ മോനാണ്. ഇത് ഇച്ച, എൻ്റെ കാക്കാൻ്റെ മോനാണ്. അങ്ങനെ ഇപ്പോൾ ഇച്ചാൻ്റെ പേര് സിദ്ദീഖ് എന്നാണ് കേട്ടോ. ഇച്ച നമ്മളെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞാൽ ഒരു കേക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും എടുക്കാമെന്ന് പറയാൻ വന്നിട്ടുണ്ട്. പിള്ളേർക്ക് ഓർക്ക് ഇങ്ങനത്തെ ജ്യൂസാണ് ഇഷ്ടം. ഓർക്ക് അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. ഓരോ ഫേവറേറ്റ് ആണ് ഈ ബ്ലൂബെറിയും സ്ട്രോബെറിയും എല്ലാം. എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടരാണ്. ഇനി കുറേ, ഞാൻ പറഞ്ഞില്ല, കുറേ പോകാനുണ്ട്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കബീറിൻ്റെ ഫ്രണ്ടിൻ്റെ പുരയിലേക്കാണ് കേട്ടോ. അവിടെ പെരുന്നാളിൻ്റെ അപ്പം ഈത്തപ്പഴം കാച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ബിരിയാണി ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഡെസേർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്, പക്ഷേ അവർ നിർബന്ധിച്ചുകൊണ്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞത് ആ പാട്ട് അങ്ങ് തുടങ്ങിയിട്ടാണ്. കബീറും ഓരെല്ലാവരും പാട്ട് തുടങ്ങി, കരോക്കെ ഇട്ട് പാട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ നമുക്ക് എന്തിട്ടാലും അങ്ങനെ ഒരു ഇതില്ല. യൂട്യൂബിൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് ഫാസ്റ്റാക്കിയിട്ട് ഇടാം. കബീർ നന്നായിട്ട് പാടും കേട്ടോ. ഞാൻ അത്ര നന്നായിട്ട് പാടിയില്ലെങ്കിൽ എനിക്ക് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒക്കെ ഞാനും പാട്ട് പാടും. എങ്ങനെയാണ് പാടിയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് വരത്തില്ല. അപ്പം ഞാൻ ഈ പാട്ട് ഒറിജിനലായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് ആടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നുള്ളത് റാഷിദിയ സ്ഥലത്തേക്കാണ്. റാഷിദിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഞങ്ങൾ ഇച്ച ഉണ്ട്, റാഷിൻ്റെ ബ്രദർ കേട്ടോ. അപ്പോൾ ഇച്ചാനെ കാണാനായിട്ടാണ് വന്നിട്ടുള്ളതാണ്. റാഷിദ് ഇച്ച ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇച്ച മുമ്പ് നമ്മളെ റൂമിലേക്കെല്ലാം വന്നിട്ടുണ്ട്. പെരുന്നാളിൽ നമ്മൾ ഇച്ചാൻ്റെ അങ്ങോട്ടേക്കാണ് പോയത്.
അത് കഴിഞ്ഞിട്ട് നമ്മളിതാ യാത്ര തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുള്ളത് ഷാർജക്കാണ് ജുബീൻ്റെ പോരൊക്കെ പോകണം വേറെയും റാസൽ കൈമ പോകണം കുറേ ആൾക്കാരെ കാണാൻ ഇനിയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുറേ ഫാമിലി ഉണ്ട് ഈ ഭാഗത്തെല്ലാം ദുബായിൽ മെയിനായിട്ട് കുറേ ഫാമിലി ഉണ്ട് എൻ്റെ UAE പല ഭാഗത്തായിട്ട് കുറേ ഫാമിലി ഉണ്ട് പോകുന്ന വഴി നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് തട്ടുകട പോലത്തെ തട്ടുകട എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടപ്പം നല്ല രസമായിരുന്നു അടുത്ത ചായയൊക്കെ അപ്പോൾ ചായയും സ്നാക്സും എല്ലാം നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയാണ് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും എടുക്കാം ഞങ്ങൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഞാൻ പറഞ്ഞല്ലോ സെയിനിൻ്റെ ആദമിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഡ്രിങ്ക് വീണ്ടും അത് തന്നെയാണ് എടുക്കുന്നുള്ളത് ഒരാൾക്ക് സ്ട്രോബെറി ഒരാൾക്ക് ബ്ലൂബെറി അതിൻ്റെ കൂടെ മിറിണ്ടായും സ്പ്രൈറ്റും കൂടെ എടുത്തിട്ട് ഒരു മറ്റേത് കാർന്ന് കുടിക്കുക ഇതിപ്പോൾ കുടിക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം എടുത്ത് എന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് എടുക്കാമെന്ന് വിചാരിച്ച് റാശി ചായയാണ് പറഞ്ഞത് ഞാനും കബീറും ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല കബീർ സോഡ ലൈമും ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിത്തോ ഞാൻ പ്രൊനൗൺസ് ചെയ്യൽ മൊഹിത്തോ എന്നാണ് ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മൊഹിത്തോ എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞതാണത് എന്തായാലും അതൊക്കെ അടിപൊളിയായിരുന്നു ആ മൊഹിത്തോ അതൊക്കെ കുടിച്ചിട്ട് നമ്മളിത് ജൂബീൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ജൂബീൻ്റെ റൂമിലേക്കാണ് പോകുന്നുള്ളത് ജുബി ഷാർജയിലാണ് ജുബിൻ്റെ റൂമിലേക്ക് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ദുബായിൽ വന്ന പാട് ഞാൻ എൻ്റെ വീഡിയോ ഇടുമ്പോൾ അത് കൂട്ടത്തിൽ അത് ഇട്ടിട്ടുണ്ട് ജുബി കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു ബട്ടറിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ജിലേബി കുറേ സാധനങ്ങൾ നട്ട്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ജുബി എൻ്റെ ആപ്പാൻ്റെ മോളുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കുറേ പ്രാവശ്യം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ LKG മുതൽ ഒന്നിച്ച് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം ഞങ്ങൾ ഒരേ സമയത്ത് തന്നെയാണ് കേട്ടോ ദുബായിലേക്ക് വന്നത് നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ എൻ്റെ ആടും ജുബിൻ്റെ ആടും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഫുള്ള് ജിമ്മിന് പോലും കറക്കെല്ലാം ഒക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ എൻ്റെ ആപ്പ കൂടി ഉണ്ട് കേട്ടോ കബീറിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളത് എൻ്റെ ആപ്പാണ് ജലീലാപ്പ ജുബീൻ്റെ അടുത്തുള്ളത് ഞങ്ങളുടെ കസിൻ്റെ മോനാണ് ചെപ്പു പിന്നെ അതാ ജുബീൻ്റെ അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പെരുന്നാളുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ വെയിലൊക്കെ തണിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ കബീറിൻ്റെയും റാഷിൻ്റെയും വീഡിയോ എടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസും റീലും എല്ലാം എടുത്ത് കാൻഡിഡ് പിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അറിയാത്ത പോലെ എല്ലാം എടുത്ത് എന്തായാലും അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞ് റാസൽ കൈമയിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത് റാസൽ കൈമ ഞാൻ വന്നിട്ടില്ലെങ്കിലും എനിക്കൊരുപാട് ബന്ധമുള്ളൊരു സ്ഥലമാണ് കാരണം ഞാൻ അറിയുന്ന കാലം മുതൽ എൻ്റെ കാക്ക എവിടെയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ബ്രദർ ഞങ്ങൾ ചെറുപ്പത്തിലേ കാക്ക വരുന്നത് കാക്ക ഇവിടെയാണ് റാസൽ കൈമയിലാണ് അപ്പോൾ നമുക്ക് കേട്ട് പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ കാക്ക ആണെങ്കിലും വൈഫും മക്കളെല്ലാവരും ഇവിടെയാണ് അവരെല്ലാവരും വളർന്നതാണെങ്കിലും കാക്കാൻ്റെ മോളെ കല്യാണം എല്ലാം ഈ ഒരു നാട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു വന്നില്ലെങ്കിലും ഒരു അടുപ്പമുള്ള സ്ഥലമാണ് റാസൽ കൈമ അപ്പം ഞാൻ വന്ന് കഴിഞ്ഞിട്ടും എല്ലാവരും ചോദിച്ചു റാസൽ കൈമ പോയില്ലേ കാരണം എൻ്റെ അനിയനാണെങ്കിൽ അവിടെയാണ് കാക്ക ഫാമിലി എല്ലാവരും അവിടെയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു എപ്പോഴും ചോദിക്കുന്നതാണ് റാസൽ കൈമ പോകുന്നില്ലെന്ന് അപ്പോൾ നമ്മൾ ഈ പെരുന്നാളിന് പോകാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ റാസൽ കൈമ പോകുമ്പോൾ റാശി മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഒട്ടകങ്ങളെ കാണാം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും അവിടുന്ന് കണ്ട കുറച്ച് ഭംഗിയുള്ള വ്യൂസൊക്കെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ ഇതൊക്കെ ഒരുപാട് പേര് കണ്ട വ്യൂ ആയിട്ടുണ്ടാകും എന്നാലും ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ ദുബായിൽ അങ്ങനെ നമുക്ക് കാണിക്കാൻ പുതുമയുള്ളതൊന്നും ഉണ്ടാവില്ല കുറവായിരിക്കും അമേരിക്കയിൽ പിന്നെയും കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരും കാണാത്തതൊക്കെ കാണിക്കാമെന്ന് പറയാം പക്ഷെ ഇവിടെ എല്ലാവരും കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു പുതുമയുള്ള ഒന്നും അങ്ങനെ കാണിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും വീഡിയോ ഇടുമ്പോൾ എൻ്റെ വിശേഷങ്ങൾ കാണിക്കാം അത്രയേ ഉള്ളൂ ഇത് എൻ്റെ കുഞ്ഞാൻ്റെ മോനാണ് ചെപ്പു നേരത്തെ പറഞ്ഞ ചെപ്പു അല്ല അത് കസീൻ്റെ മോനാണ് കുഞ്ഞാൻ്റെ മോനാണ് ഇത് കുഞ്ഞാൻ്റെ മോനാണ് ഇനി ഞാൻ കുറേ പേരുകളും എല്ലാം കൺഫ്യൂസിങ് ആണ് ഒരേ പേര് അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ചെപ്പുവിനെ കണ്ടിട്ട് നമ്മൾ വീണ്ടും പോകുന്നുള്ളത് എൻ്റെ ആപ്പാൻ്റെ മോനെ കാണാനായിട്ടാണ് ഉപ്പാൻ്റെ അനിയൻ്റെ മോൻ കേട്ടോ ഫസ്ലു അങ്ങനെ ഫസ്ലിനെയും കണ്ടിട്ട് അതെല്ലാം റാസൽ കൈമയിലായിരുന്നു അവരെല്ലാവരും റാസൽ കൈമയിലായിരുന്നു നമ്മളെല്ലാവരും കസിൻസാണ് ജുബി ഞാൻ ചെപ്പു ഫസ്ലു എല്ലാവരും കസിൻസാണ് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ റാസൽ കൈമ വ്യൂ ആണ് കാണുന്നത് കേട്ടോ ഞാൻ കുറേ ആൾക്കാരും റാസൽ കൈമ വന്നാൽ കാണാൻ അത്ര ഭംഗിയുള്ള സ്ഥലമല്ല ഇങ്ങനെ കരക്കരയെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഭാഷയിൽ ബോറടിക്കുന്നൊരു സ്ഥലമാണെന്നൊക്കെ എല്ലാവരും പൊതുവെ പറയുന്നത് കേട്ടോ പക്ഷേ എനിക്ക് വന്നപ്പം അറിയില്ല രാത്രി ആയതുകൊണ്ടാണ് എന്തോന്നറിയില്ല ഭയങ്കര ഇഷ്ടമായി ഒരു റാസൽ കൈമ ഭയങ്കര കാമായിരുന്നു ബ്യൂട്ടിഫുള്ളായിരുന്നു നല്ലതായിരുന്നു എനിക്ക് ഇത് റാഷിയും പറഞ്ഞു കേട്ടോ നല്ലതായിരുന്നു നമുക്ക് ആ ഒരു വ്യൂ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പകൽ വന്ന് നോക്കണം പകൽ വരണമെന്നുണ്ട് ഇനി ഒരു പ്രാവശ്യം അനിയൻ്റെ കൂടെ ശരിക്കും പകൽ വരണമെന്നുണ്ട്
UAE, ഖത്തർ, കുവൈത്ത് അങ്ങനെ തുടങ്ങി ബഹ്റൈൻ തുടങ്ങി കുറേ രാജ്യങ്ങളിൽ എനിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അത് കാണാറുണ്ട്. ഇപ്പോൾ ദുബായിൽ വന്നപ്പം ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചായിരുന്നു. കാണാൻ പറ്റുന്നവരൊക്കെ കാണാം, സന്തോഷം. ആ മെസ്സേജൊക്കെ കാണുമ്പോൾ ഒരുപാട് ഹാപ്പി. അത് എൻ്റെ കാക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാക്കാൻ്റെ മോള് സെപ്പീറ ഓരോ റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഓരോടെയാണ് എല്ലാവരും മീറ്റ് ചെയ്തത്. ഇതൊക്കെ ഉമ്മാൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഒരു ഫാമിലി മീറ്റ് പോലെയാണ് എല്ലാവരും കൂടിയത്. കാക്കാൻ്റെ മക്കളെ ഒക്കെ ഞാൻ വിശദമായിട്ട് നെക്സ്റ്റിൽ നമ്മൾ ഇനി റാസൽ കൈമ പോകുമ്പോൾ കാണിച്ചു തരാം. കാക്കാൻ്റെ മോള് സെപ്പീറ എല്ലാം ഫുഡ് ആക്കിയതിനിട്ടാ കൂടിയ ആൾക്കാർക്കെല്ലാം നെയ്പ്പത്തൽ, പത്തൽ, നെയ്ച്ചോറ്, ബിരിയാണി, ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി അങ്ങനെ എല്ലാം ഉണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിനെല്ലാം. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ മടങ്ങി. അപ്പം ഞങ്ങളുടെ കൂടെ എൻ്റെ ആപ്പ അമ്മ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അബുദാബിയിലായിരുന്നു കേട്ടോ ആപ്പ അമ്മ. ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ അവർ കാണിച്ചിട്ടുണ്ട് അവരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ റൂമിലേക്ക് വന്നതാണ് നമ്മളെ കൂടെ പെരുന്നാൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ വന്നിട്ടുള്ളത് അബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയത്തില്ല. നമ്മൾക്ക് ഇവിടെ നടന്ന് വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും എൻജോയ് ആക്കിയിട്ട് നടന്നു. ഞങ്ങൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്. അന്ന് നമ്മൾ പകലൊക്കെ ഫുള്ള് റൂമിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയായപ്പോൾ ഇവിടെ ബോട്ടിങ്ങൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ വന്നിട്ടില്ല, ഞങ്ങൾ മെല്ലെ വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ഗോൾഡ് സൂക്കൊന്നും പോയിട്ടില്ല, ഇത്രയും വന്ന് കറങ്ങി തിരിച്ച് തന്നെ പോയതാണ്. ഷബാബിനെ ആണെങ്കിൽ നമ്മൾ നടന്നിട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അവനെ നമുക്കെല്ലാം ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഷബാബിനെ നമുക്ക് കൊണ്ടുവരാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫുട്പാത്തിലൊക്കെ നമുക്ക് എല്ലാം വീൽ ചെയറൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ തന്നെയായിരുന്നു. മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ബോട്ടിങ്ങൊക്കെ. നമ്മൾ അരമണിക്കൂറത്തെ ഇതാണ് കേട്ടോ എടുത്തത്. അപ്പം അതിലും ഷബാബിനെ നമുക്ക് ഇരുത്താനൊക്കെ പറ്റി, വീൽ ചെയർ കയറ്റി വെക്കാനൊക്കെ പറ്റുന്ന സൗകര്യമുള്ളത് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ കുറേ വർഷമായിട്ട് അബുദാബിയിലാണ്. ആമാണെങ്കിലും 15 വർഷത്തോളമായിട്ട് ഇവിടെ തന്നെയാണ്. മക്കൾ ആണെങ്കിലും 6 മക്കളുണ്ട്. 5 ഇവിടെ, ഒരാൾ നാട്ടിലാണ്, ഒരാൾ കല്യാണം കഴിഞ്ഞ് നാട്ടിലാണ്. എന്തായാലും നല്ല രസമായിരുന്നു. നമ്മൾ ആ ഒരു പെരുന്നാൾ ഇവരുടെ കൂടെ തന്നെയായിരുന്നു. 2 ദിവസം ആ പാമ്പൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആയിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇവിടെ കാണുന്നതും കൂടുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഈ ഒരു ബോട്ടിങ് അടിപൊളി തന്നെയായിരുന്നു. അരമണിക്കൂറായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം. പറ്റുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.